ബിഗ് ബോസ് മലയാളം സീസൺ 7 ടിക്കറ്റ് ഫിനാലെ സ്കോർ ബോർഡിന്റെ അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഷാനവാസിന് 12 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. 3 ടാസ്കും കഴിഞ്ഞിട്ടുള്ള ഓവറോൾ പോയിന്റുകളുടെ കാര്യമാണ് പറയുന്നത്. ഷാനവാസിന് 12 പോയിന്റുകൾ, അക്ബറിന് 16, അനീഷിന് 9 പോയിന്റുകളാണ് ഉള്ളത്. നൂറയ്ക്ക് 22 പോയിന്റുകൾ, നൂറയാണ് ലീഡിങ്ങിൽ നിൽക്കുന്നത്. ആദില 11 പോയിന്റുകൾ, സാബുമാന് 16 പോയിന്റുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ 3 ടാസ്ക് കഴിഞ്ഞ് ഉള്ള കാര്യമാണ്. സാബുമാന് 16, അക്ബറിനും 16 ആണ്. രണ്ടുപേരും സമാസമമാണ് നിൽക്കുന്നത്. അനിമോള് 13 പോയിന്റുകൾ, നെവിനും 13 ആണ്. നെവിനും അനിമോളും ഒപ്പത്തിനൊപ്പം ആണ്. 13 പോയിന്റുകൾ വീതമുണ്ട് രണ്ടുപേർക്കും. പിന്നെ ആര്യൻ 20 പോയിന്റുകൾ. നൂറയുടെ തൊട്ടു പിന്നാലെ തന്നെ ആര്യനുണ്ട്. 2 പോയിന്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ. ആര്യൻ ഇത് പിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ പോയിന്റ് നില. ഈ ഒരു ടാസ്കിൽ ശരിക്കും നമുക്കിപ്പൊ പറയാറായിട്ടൊന്നുമില്ല ആര് ജയിക്കും എന്നുള്ളത്. ഒരു റഫ് പ്രഡിക്ഷൻ പറയാനാണെങ്കിൽ ഒരുപക്ഷെ നൂറ ജയിച്ചേക്കാം. ഇങ്ങനെ ഈ രീതിയിലുള്ള പെർഫോമൻസ്, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നൂറ ജയിച്ചേക്കാം. നല്ല കൺസിസ്റ്റൻസിയാണ് നൂറയ്ക്ക്. ഇപ്പൊ 3 ടാസ്കുകൾ നടന്നതിൽ വെച്ചിട്ട് 3ലും മികച്ച പ്രകടനമാണ് നൂറ കാഴ്ചവെച്ചത്. ലഭിച്ചിട്ടുണ്ട് 7, 9, 6 ഈ റേഞ്ചിലാണ് നൂറയുടെ പോയിന്റുകൾ. ആര്യന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആര്യൻ എന്ത് പറ്റി? ആദ്യത്തേതിൽ 9, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 9, അങ്ങനെ ആ രീതിയിലായിപ്പോയി ആര്യന്റെ കേസ്. അപ്പോ ഒരുപക്ഷെ നൂറ ഇതേ രീതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജയിച്ചേക്കാം എന്നാണ് എനിക്കിപ്പോ ഫീൽ ചെയ്യുന്നത്. പിന്നെ അക്ബറിന് കയറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ സാബുമാന് കയറി വരാം. ആർക്ക് വേണേലും കയറി വരാം കേട്ടോ. ഇതിനകത്തിപ്പോ പ്രതീക്ഷയില്ലാത്തതായിട്ട് ആരുമില്ല. സിംഗിൾ ഡിജിറ്റിൽ ആകെ നിൽക്കുന്നത് അനീഷ് മാത്രമാണ്. ബാക്കി എല്ലാവരും ഡബിൾ ഡിജിറ്റിലേക്ക് കയറി കഴിഞ്ഞു. അനീഷ് നല്ല രീതിയിൽ ഇനിയും പുഷ് ചെയ്യാനായിട്ടുണ്ട് എന്നാണ് ഫീൽ ചെയ്യുന്നത്. ഇതൊക്കെയാണ് സ്കോർ ബോർഡിന്റെ അപ്ഡേറ്റുകൾ. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും